പാരഞ്ജിത്തിൻ്റെ തങ്കളൻ റിവ്യൂ ചെയ്യാൻ കുറച്ച് ഒരു ടാസ്ക് ആയിട്ടാണ് തോന്നുന്നത്. കാരണം സിനിമ നല്ലതാണോ അതോ സിനിമ അത്ര മോശമാണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇതിന് നടുവിൽ എവിടെയെങ്കിലും സിനിമേനെ കൊണ്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രിസൈസ് ആയിട്ടൊരു റേറ്റിംഗ് കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ സിനിമ ഒരുപാട് എഫേർട്ടൊക്കെ എടുത്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എസ്പെഷ്യലി നമ്മൾ തങ്കളാനായിട്ട് വരുന്ന ചിയാൻ വിക്രമാണ് ഈ സിനിമ ഷോൾഡർ ചെയ്യുന്നത്. അപ്പോൾ വിക്രത്തിൻ്റെ ഒരു എഫർട്ടൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ സിനിമേനെ ഇങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യാൻ നമുക്കൊരു വിഷമമുണ്ട്. പക്ഷേ സിനിമയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സിനിമ നടക്കുന്നത് കുറച്ച് ഒരു പഴയ ഒരു സമയത്ത്, അതായത് ബ്രിട്ടീഷ് ഇറയിലാണ്, 1850 ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ KGF എന്ന് വിളിക്കുന്ന കോളർ മൈൻസിലേക്ക് കൊണ്ടുപോയ ലേബേഴ്സിൻ്റെ കഥ, ഗോൾഡ് മൈനിങ്ങിനായിട്ട് കൊണ്ടുപോയ ലേബേഴ്സിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ സിനിമ ഹിസ്റ്റോറിക്കലാണ്, ഫിക്ഷണലാണ്, അതേസമയം പീരീഡ് മൂവിയാണ്, കുറച്ച് അഡ്വഞ്ചറസുമാണ്. ഇങ്ങനെ പല പല സംഭവങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു തീമാണ്. അപ്പോൾ പാരഞ്ജിത്തിൻ്റെ തന്നെയാണ് കഥ. ഈ സിനിമ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലാംഗ്വേജ് കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ കൂടെ സിനിമ ഒരു വളരെ ലൂസായിട്ടുള്ള എഡിറ്റിംഗ് ആണ് സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ സ്കാറ്റേർഡായിട്ട് ഇങ്ങനെ ഇവൻറ്റ്സൊക്കെ എടുക്കുന്നത് കൊണ്ട് വളരെ ചെറിയ തീമാണ്. അത് തീം എന്ന് പറയുന്നത് ഈ തങ്കളാൻ എന്ന് പറഞ്ഞ ഈ വിക്രം ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഫോർഫാദേഴ്സ് പണ്ട് ഇതുപോലെ ഗോൾഡ് മൈനിങ്ങിന് ഡയറിങ് ആയിട്ട് പോയിട്ടുണ്ട്. അവരുടെ സക്സസറായിട്ട് വരുന്ന തങ്കളാൻ്റെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്, അവരുമായിട്ടും ഇതേ ഗോൾഡ് മൈനിങ്ങിന് പോകുന്നു. ഈ രണ്ട് സംഭവമേ സിനിമയിലുള്ളൂ, വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയുമായിട്ട് സ്കേറ്റേഡായിട്ട് പോയിട്ട് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഓഡിയൻസിന് ഈ സിനിമയുടെ ഒരു തീം വളരെ ഡിസ്റ്റൻസിങ് ആയിട്ട് ഇങ്ങനെ പോകുന്ന പോലെ തോന്നി, കണക്ട് ചെയ്യാതെ ഇങ്ങനെ പോകുന്ന പോലെ തോന്നി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ കണ്ട് സെയിം റിപ്പീറ്റഡ് സംഭവങ്ങളാണ് ഇങ്ങനെ കണ്ട് നമുക്കൊരു എന്താ പറയുക, കുറച്ച് നമ്മളൊന്ന് ട്രെയിൻ ആവുന്നൊരു അവസ്ഥ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, ഈ സിനിമ ഷോൾഡർ ചെയ്യുന്നത് നമ്മുടെ ചിയാൻ വിക്രമാണ്. അപ്പോൾ വിക്രം എടുത്തിട്ടുള്ള എഫേർട്ട്, വിക്രത്തിനെ കാണുമ്പോൾ സത്യത്തിൽ ആദ്യം സിനിമയിൽ വിക്രത്തിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല കേട്ടോ, അത്രയ്ക്ക് ചേഞ്ചാണ്. അപ്പോൾ വിക്രത്തിൻ്റെ ബോഡി ഒരിക്കലും ഔട്ട് ഓഫ് പ്രൊപ്പോർഷനായിട്ട് നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നില്ല. പക്ഷേ ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ വിക്രം ഈ ഇൻജസ്റ്റിസൊക്കെ കാണുമ്പോൾ വിക്രത്തിന് വരുന്നൊരു ആംഗ്വിഷ് അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്ന് പറയുന്ന സംഭവം, അതുപോലെ തന്നെ വിക്രം ആക്ഷൻ സീക്വൻസിൽ അഭിനയിക്കുന്നത്, അതിൻ്റെ ഒരു ഹാർഡ് വർക്ക്, ഈ ഗോൾഡ് മൈനിങ്ങിന് പോയിട്ട് അവിടെയുള്ള സ്ഥലത്ത് ചെയ്യുന്ന ഹാർഡ് വർക്കുകൾ, അതുപോലെ തന്നെയാണ്. അതേപോലെ നമുക്ക് വളരെ ഇമ്പ്രസീവായി തോന്നുന്നൊരു കാര്യമാണ് വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് പാർവതി തിരുവോത്താണ്, ഗംഗമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പാർവതിയും മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊരു ചെറിയ ഡ്രാമ, ആ ഒരു പീരീഡിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടോ എന്തോ കുറച്ച് ഡ്രാമ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും മാക്സിമം ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രൈബൽ വുമൻ്റെ മാനറിസംസൊക്കെ മാക്സിമം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ചിന്ന റൊമാൻസ് സീൻസിലുള്ള സീക്വൻസ്, അങ്ങനെയുള്ള സീൻസിൽ പോലും മൈനർ എക്സ്പ്രഷൻസ് പോലും നമുക്ക് വളരെ നന്നായിട്ടാണ് കേട്ടോ തോന്നുന്നത്. നല്ല രീതിയിലാണ് വിക്രം ഈ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്, നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ വിക്രത്തിൻ്റെ എഫേർട്ട് മാത്രം പോരാ ഒരു സിനിമ ലിഫ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് തങ്കളാൻ നമുക്ക് തരുന്നൊരു ലെസൺ. അങ്ങനെ സിനിമയിൽ എന്തൊക്കെയുണ്ടായാലും അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോയെന്ന് വെച്ചാൽ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു തീമിൽ അങ്ങനെ രണ്ട് സമയത്തായിട്ട് കാലഘട്ടത്തിലായിട്ട് ഇങ്ങനെ ഗോൾഡ് മൈനിങ്ങിന് പോകുന്ന സമയത്തുള്ള സെയിം ഓപ്പറേഷൻസും കാര്യങ്ങളും, ഇപ്പോൾ ലോക്കൽ റൂളേഴ്സൊക്കെ ഇവരെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നത് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് എങ്ങനെ ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു, അതായത് ലോക്കൽ റൂളേഴ്സ് ഇവരോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നതിൻ്റെ ഫലമായിട്ട് നല്ല ബിഹേവിയറൊക്കെ കാണിച്ച് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആകുമ്പോൾ അവരുടെ സെയിം തന്നെയാണ്, എങ്ങനെ അവരെ കൊണ്ടുപോയിട്ട് അവിടെ വളരെ ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് അവർക്ക് വേണ്ട ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു.
എന്നുള്ളതാണ് സിനിമയിലെ തീം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വളരെ ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ നല്ല ഷോട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ വിക്രത്തിൻ്റെ ക്യാരക്ടർ തങ്കളാൻ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ ഒരു ഒറിജിനൽ സ്റ്റോറിയിലേക്ക്, അതായത് ഇവരുടെ ഒരു ഫോർ ഫാദർ സ്റ്റോറിയിലേക്ക് ഇതിങ്ങനെ സിനിമ ഷിഫ്റ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. അതെനിക്ക് വളരെ ഭയങ്കര രസമാണ് അതിൻ്റെ ഒരു ഷിഫ്റ്റ് കാണാനായിട്ട്. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് വിക്രം ആദ്യം തങ്കലാൻ ഈ ഗോൾഡ് മൈനിങ്ങിന് പോയിട്ട് അവിടെ നിന്ന് വളരെ വിക്ടോറിയസ് ആയിട്ട് ഈ നമ്മുടെ ഒരു ബ്രിട്ടീഷ് ഓഫീസറുടെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഹോഴ്സിൻ്റെ പുറത്തൊക്കെ ഭയങ്കര സാഗോട് കൂടിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇറങ്ങി. ഇങ്ങനെ വിക്രത്തിൻ്റെ ഒരു വിക്ടറി, അവരൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ അവർ സ്വയം അവരൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഓൾറെഡി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ പെട്ടെന്ന് അതിങ്ങനെ അവർ സ്വയം ഒരു എലിവേറ്റഡ് ആയിട്ട് അവർക്കൊരു ഐഡൻറ്റിറ്റി ഒക്കെ ഫീൽ ചെയ്തുകൊണ്ട് അത് ഫ്ലോണ്ട് ചെയ്യുന്നൊരു സീനുണ്ട്. അതിനുശേഷം ഒരു പാട്ടൊക്കെ ഹിറ്റാണ് ആ പാട്ട്. അപ്പോൾ അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഷോട്ടുകളൊക്കെ കുറച്ച് കൊള്ളാം. അതുപോലെ തന്നെയാണ് ഈ വിക്രത്തിന് ശരിക്കും വളരെ വേഴ്സ്റ്റായിട്ടുള്ള ഡ്രീംസൊക്കെ ഉള്ള ഒരാളാണ്. അതായത് വിക്രം പാസ്റ്റുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹാലുസിനേഷൻ വരുന്ന ചില സീൻസൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ. അതൊക്കെ നല്ലതായിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയിൽ വരുന്നൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ് ആരതി എന്ന് പറയുന്നത്. അതായത് ഈ ഗോൾഡ് മൈൻസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വിച്ച് പോലെയൊക്കെ വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് മാളവിക മോഹനാണ്. അവരുടെ കരിയറിൽ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഇതായിരിക്കും. ക്യാരക്ടർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണ് സിനിമയിലുള്ളത്. പക്ഷെ അതിൻ്റെ അവരുടെ ആക്ഷൻ വരുന്നതും അതുപോലെ അവിടെ ഒരു ഫാൻറ്റസിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ കൊള്ളാം. സിനിമയിൽ അതൊക്കെ വർക്കായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പാർവതിയുടെ കാര്യം റോള് പറയുകയാണെങ്കിൽ പാർവതിക്ക് ഇങ്ങനെ ഒരു സ്റ്റാമ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടർ കൊടുത്തിട്ടില്ല. ആ കാലഘട്ടത്തിലെ ഒരു ട്രൈബൽ വുമൺ, കുറച്ച് ആക്റ്റീവായിട്ടുള്ള കുറച്ച് സ്മാർട്ടായിട്ടുള്ള അങ്ങനെ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഭയങ്കര നമ്മളിങ്ങനെ ഒരുപാട് നമുക്കിങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് നിൽക്കുന്ന, ഇപ്പോൾ വിക്രത്തിൻ്റെ അതേ ഈക്വൽ ഇതിലല്ല പാർവതി നിൽക്കുന്നത്. പക്ഷേ ഉള്ളത് ആ ഒരു ക്യാരക്ടർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് പാർവതി ചെയ്തിട്ടുണ്ട്. തങ്കളാനിൽ പശുപതി ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്. അതായത് രാമാനുജൻ്റെ ഒക്കെ ടീച്ചിങ്സൊക്കെ ഫോളോ ചെയ്ത് പൂണൂലൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളായിട്ടാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ കുറച്ചും കൂടി ഇമ്പ്രസീവായിട്ടൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ഈ സിനിമയിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. പിന്നെ ഇതിൽ വളരെ ഒരു മോശമായിട്ട്, അതായത് സിനിമയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത ചില സംഭവങ്ങൾ നമുക്ക് നോക്കാം. ടെക്നിക്കലി വിഷ്വൽ എഫക്ട്സ് CG വളരെ ഒരു ആവറേജ് ആണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ സിങ് സൗണ്ട്. ഇത് മിക്കവാറും ഇപ്പോൾ സെറ്റ് ഏതാണ്, റിയൽ ലൊക്കേഷൻ ഏതാണെന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്കത്ര ഡിസ്റ്റിങ്ഷൻ അത്ര എളുപ്പമല്ല. പക്ഷെ എന്നാലും സെറ്റ് ഡിസൈനും കോസ്റ്റ്യൂംസൊക്കെ ഓക്കെയാണ്, നമുക്കങ്ങനെ വലിയ പ്രോബ്ലം പറയാനില്ല. പക്ഷെ സിങ് സൗണ്ട് വേണ്ടായിരുന്നു. കാരണം സിങ് സൗണ്ട് ഈ ആക്ടേഴ്സിൻ്റെ എക്സ്പ്രഷനുമായിട്ട് മിക്സ് ചെയ്യുന്നതിൽ കുറച്ച് ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഡബ്ബിങ് ആവശ്യമുള്ളൊരു പടമായിരുന്നു ഇതെന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇതിൽ ക്യാമറ കുഴപ്പമില്ല. ക്യാമറ അത്യാവശ്യം വർക്കബിളായിട്ടുള്ളൊരു എലിമെൻറ്റാണ്. മ്യൂസിക് ഏറ്റവും കൂടുതൽ പറയേണ്ടത് അതാണ്. അത് GV പ്രകാശാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് നന്നായിട്ട് സിനിമയായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ ഇതിൽ വലിയൊരു പ്രോബ്ലമായിട്ട് തോന്നിയത് ഈ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനൊക്കെ കൊണ്ടുപോയി അവിടെ നടക്കുന്ന കുറേ ഇൻസിഡൻസൊക്കെ കാണിക്കുമ്പോൾ എനിക്കറിയുന്നില്ല, ഭയങ്കര ലൂസൻസ് പോലെയാണ്. നമുക്കത് എന്തിനാണ് ഇയാൾ ഇത്രയും ഇതായിട്ട് പോകുന്നതെന്ന് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സമയത്തൊന്നും നമുക്കത് ഒരു കൺവിൻസിങ് ആവുന്നില്ല. പിന്നെ തങ്കലാൻ ഇയാൾ പറയുന്ന ഇംഗ്ലീഷ് സ്പീച്ചൊക്കെ മനസ്സിലാക്കി തമിഴിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഷോട്ടുകളൊക്കെ കുറച്ച് ലോജിക്കലി എവിടെയൊക്കെ ചില ഹോൾസ് ഇല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം.
എന്തായാലും ഇവരുടെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പിന്നെ തങ്കളാൻ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ല, അതൊക്കെ ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ടാണ് സിനിമയിൽ നിൽക്കുന്നത്. അതൊന്നും അത്ര ഒരു ഇഫക്റ്റീവായിട്ട് തോന്നിയില്ല. എന്തായാലും പാരഞ്ജിത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ എവിടെയൊക്കെ സിനിമയിൽ ഇൻസേർട്ട് ചെയ്യാമോ അവിടെയൊക്കെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ സിനിമ ഓവറോൾ നമുക്ക് ഒരു 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 കംപ്ലീറ്റ് ഒരു എക്സ്പീരിയൻസ് അല്ല നമുക്ക് തരുന്നത്. എവിടേക്കോ സിനിമ ഇങ്ങനെ നമ്മളെ ഡ്രാഗ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ സിനിമ എടുത്തൊരു വലിയൊരു ഹിസ്റ്റോറിക്കൽ പർപ്പസുണ്ട്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന തീമിനൊരു വാല്യൂ ഉണ്ട്. പക്ഷെ അത് ഇങ്ങനെ സിനിമയുടെ നറേറ്റീവ് സ്റ്റൈലിൽ അതാകെ അങ്ങനെ സ്കാറ്റേഡ് ആവുകയോ അല്ലെങ്കിൽ മുങ്ങിപ്പോവുകയോ ചെയ്ത് നമുക്കത് ഇഫക്റ്റീവായിട്ട് നമ്മളിലേക്കത് എത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പാരഞ്ജിത്തിൻ്റെ നമ്മൾ ഇത്രയും കാലം എക്സ്പെക്റ്റ് ചെയ്തിരുന്നിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടിയോ എന്ന് വെച്ചാൽ സത്യത്തിലില്ല. അതേസമയം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ മോശമാണോ എന്നാൽ വളരെ മോശമാണ് എന്ന് പറയാനും പറ്റാത്തൊരു സിറ്റുവേഷൻ. സിനിമ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, തിയേറ്റർ വാച്ചാണ് ഈ സിനിമ. പക്ഷേ തിയേറ്ററിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുന്നേ ഇത്തരം ഫാക്ടേഴ്സൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് തങ്കളാനെ പറ്റി പറയാനുള്ളത്. നമുക്ക് വേറൊരു സിനിമയായിട്ട് പിന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.